അന്നേ നാട്ടുകാർ ചോദിച്ചതാണ്, മണ്ണിന് ബലമുണ്ടോ? ചതുപ്പ് നിലം നികത്തിയുള്ള നിർമ്മാണം ശാസ്ത്രീയമാണ്. അതിന് ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം തന്നെ മറുപടി പറഞ്ഞു, മണ്ണിൻ്റെ പ്രശ്നമാണെന്ന്. നാട്ടുകാർ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിൽ ഒടുവിൽ ആ നടപടിയും വന്നു. കരാർ കമ്പനിയായ KNRCയെ ഡീബാർ ചെയ്തിരിക്കുന്നു. അതിൽ നാട്ടുകാർക്ക് തൃപ്തിയുണ്ട്. പക്ഷേ അടിയന്തര പരിഹാരം വിഷയത്തിൽ വേണം. ആദ്യം മുന്നേ ഇവർ തുടങ്ങിയ അന്ന് മുതലേ നാട്ടുകാർ നടത്തുന്ന പരാതികളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അന്ന് മുതലേ ഇവർ കൊണ്ടുപോയിടുന്ന മണ്ണുകളും എല്ലാം ഇതൊരു ശരിക്കുള്ള വർക്കല്ല എന്നുള്ളത് ഞങ്ങൾ സ്ഥിരമായിട്ട് പറയാം. ഇത്ര വലിയൊരു കമ്പനിയെ ഡീബാർ ചെയ്യണമെങ്കിൽ വെറുതെ. അപ്പം നാട്ടുകാർ പറഞ്ഞത് വളരെ കൃത്യമാണ്. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത തകർന്നതിന്റെ ഗൗരവം കേരളത്തിലെ ജനപ്രതിനിധികൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ധരിപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി. ഡീബാർ ചെയ്യപ്പെട്ട KNR കൺസ്ട്രക്ഷന് തുടർ കരാറുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല. കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിയെയും സസ്പെൻഡ് ചെയ്തു. വലിയൊരു അപരാധമാണ്. അത് ഗൗരവമായിട്ട് എടുക്കേണ്ട സംഗതിയുമാണ്. അതിന്റെ തുടക്കത്തിൽ ഗൗരവമായിട്ട് എടുത്തു ഗവൺമെന്റ് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യേണ്ടത് ജനപ്രതിനിധികൾ എന്ന നിലയിൽ എന്റെ മണ്ഡലത്തിലെ കൂടി കാര്യമാണ്. മാത്രമല്ല നമ്മൾ കോഴിക്കോടിന്റെ കാര്യവും അതുപോലെ തന്നെ കാസർഗോഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്ട് മാനേജർ M അമർനാഥ്, ടീം ലീഡർ രാജ്കുമാർ എന്നിവരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ഇവിടെ നിന്ന് ഈ പ്രദേശത്തിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നവരും കോഴിക്കോട്ടേക്ക് ബസ് കയറുന്നവരും, പ്രത്യേകിച്ച് ഉള്ളേരിയ എന്നൊക്കെ വന്നിട്ട് ചെമ്മാട്ടിൽ നിന്നും ഭയങ്കര റൂറൽ ഏരിയ എന്നൊക്കെ വന്നിട്ട് ബസ്സിന് കയറി പോകുന്ന മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് കക്കാടാണ്. അവിടെ കക്കാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനേ ഇന്നില്ല. ഈ ലോവർ പാസിൻ്റെ പേര് പറഞ്ഞ് അതുപോലെ അപ്പർ പാസിൻ്റെ പേര് പറഞ്ഞ് പൂർണ്ണമായി അവിടെ അടച്ചിരിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. മുഖ്യമന്ത്രിയുടെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും വേഷം ധരിച്ച് പ്രതീകാത്മക സമരവും സംഘടിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.